ഇന്ന് നമുക്ക് വിവേചന ശക്തിയും ദൈവവചനവും എന്ന ശീർഷകത്തോടെ ദൈവവചനം പഠിക്കാം. പുരാതന ഇസ്രായേലിന്റെ കാലത്ത് ശലോമോൻ രാജാവ് ദൈവഹിതം അനുസരിച്ച് ദൈവജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനത്തിനായി പ്രാർത്ഥിച്ചു. അതിനാൽ ദൈവം അത് അനുവദിക്കുകയും അവന് സമൃദ്ധമായ ജ്ഞാനം നൽകുകയും ചെയ്തു. ദൈവം നൽകിയ ജ്ഞാനം ശലോമോന് ഉദാഹരണം നൽകുവാൻ കഴിഞ്ഞ നിരവധി മാർഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ന്യായവിധി നടത്തുമ്പോൾ സത്യം വിവേചിച്ചറിയുവാനുള്ള അവന്റെ കഴിവായിരുന്നു. ഒരു ദിവസം 2 സ്ത്രീകൾ ശലോമോൻ രാജാവിന്റെ മുമ്പാകെ ന്യായവിധിക്കായി വന്നു. നിങ്ങൾക്ക് ഈ കഥ നന്നായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 സ്ത്രീകളും ഒരേ വീട്ടിൽ താമസിച്ചിരുന്നു. ഏകദേശം ഒരേ സമയത്താണ് 2 പേർക്കും കുട്ടികൾ ജനിച്ചത്. എന്നിരുന്നാലും ഒരു സ്ത്രീയുടെ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അതിനാൽ അവൾ തന്റെ കുട്ടിയെ അതേ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയുടെ കുട്ടിയുമായി മാറ്റി. അമ്മമാരിൽ ഒരാൾ രാവിലെ കുട്ടിക്ക് മുലയൂട്ടുവാൻ എഴുന്നേറ്റപ്പോൾ അവൾ തന്റെ കുട്ടി മരിച്ചതായി കണ്ടെത്തി. എന്നിരുന്നാലും അവൾ കുട്ടിയെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ തന്റെ കൈകളിലുള്ള കുട്ടി അവളുടേതല്ലെന്ന് മനസ്സിലായി. അത് മറ്റേ സ്ത്രീയുടെ കുട്ടിയാണെന്നും അവളാണ് ഈ കൈമാറ്റം ആസൂത്രണം ചെയ്തെന്നും അവൾ മനസ്സിലാക്കി. അതിനാൽ അവർക്കിടയിൽ ഒരു വഴക്കുണ്ടായി. തുടർന്ന് അവർ ന്യായവിധി തേടി ശലോമോൻ രാജാവിന്റെ അടുക്കൽ പരാതി ബോധിപ്പിച്ചു. ജീവനുള്ള കുട്ടി തങ്ങളുടേതാണെന്ന് അവർ 2 പേരും അവകാശപ്പെട്ടതിനാൽ ഇവരിൽ സത്യം പറയുന്നതാരാണെന്ന് തിരിച്ചറിയുവാൻ ശലോമോൻ രാജാവ് വളരെയധികം വിവേചന ബുദ്ധി പ്രയോഗിക്കേണ്ടിയിരുന്നു. ശലോമോൻ രാജാവ് കുട്ടിയെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലായിരുന്നതിനാൽ അവരുടെ ബന്ധത്തെക്കുറിച്ചും അവൻ അറിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും ജീവനുള്ള കുട്ടിയുടെ യഥാർത്ഥ അമ്മ ആരാണെന്ന് വിവേചിച്ചറിയുവാനുള്ള ജ്ഞാനം ദൈവം അവൻ നൽകി. തൽഫലമായി ഒരു വാൾ കൊണ്ടുവന്ന് ജീവനുള്ള കുട്ടിയെ 2 മുറിക്കുവാൻ ശലോമോൻ ഒരു പടയാളിയോട് കൽപ്പിച്ചു. 2 മുറിക്കുക എന്നത് ആ കുട്ടിയെ കൊല്ലുക എന്നതല്ലേ അതിനർത്ഥം? ശലോമോൻ രാജാവ് തന്റെ കൽപ്പന നൽകിയപ്പോൾ രാജാവിന്റെ തീരുമാനം ശരിയാണ് എന്ന് സ്ത്രീകളിൽ ഒരാൾ പറഞ്ഞു. കുട്ടിയെ അവൾക്ക് നൽകുക, ദയവായി കുട്ടിയെ കൊല്ലരുത്, അവനെ ജീവിക്കുവാൻ അനുവദിക്കുക എന്ന് മറ്റേ സ്ത്രീ പറഞ്ഞു. ഈ സമയത്ത് യഥാർത്ഥ അമ്മ ആരാണെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? സത്യവും അസത്യവും നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയുവാൻ ശലോമോൻ രാജാവ് ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിച്ചു. ഈ അവസാന യുഗത്തിലും അങ്ങനെ തന്നെയാണ്. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു. ചിലപ്പോൾ പിശാച് നമ്മെ പരീക്ഷിക്കുകയും നമ്മെ വഞ്ചിക്കുവാൻ ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദൈവം ആരംഭത്തിങ്കൽ തന്നെ അവസാനം കാണുകയും പിശാച് നമ്മെ എങ്ങനെ വഞ്ചിക്കുമെന്നും അറിയുകയും ചെയ്യുന്നതിനാൽ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ എന്ന് അവിടുന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നമുക്ക് 1 പത്രോസ് അധ്യായം 1 വാക്യം 8 നോക്കാം. 1 പത്രോസ് അധ്യായം 1 വാക്യം 8. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്താണ് പറഞ്ഞത്? അവിടുന്ന് നമുക്ക് വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ ലഭിക്കും എന്ന് പറഞ്ഞു. ആ സ്ത്രീകളെയും അവരുടെ കുട്ടികളെയും മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ശലോമോൻ രാജാവിന് എങ്ങനെയാണ് സത്യവും വ്യാജവും വേർതിരിച്ചറിയുവാൻ കഴിഞ്ഞത്? അമ്മമാർക്ക് കുട്ടികളോട് സ്വാഭാവികമായി തോന്നുന്ന ആഴമായ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു മാതൃസ്വഭാവം ഉണ്ടെന്ന് അറിയാമായിരുന്നതിനാലാണ് അദ്ദേഹത്തിന് ആ വ്യത്യാസം കണ്ടെത്തുവാൻ കഴിഞ്ഞത്. ഈ യുഗത്തിൽ നിരവധി സഭകളും മതസംഘടനകളും കടൽത്തീരത്തെ മണൽത്തരികൾ പോലെ ആളുകളും ഉണ്ട്. അങ്ങനെയെങ്കിൽ സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ചറിയുവാൻ നമുക്ക് എന്ത് ഉപയോഗിക്കുവാൻ കഴിയും? ഈ ചോദ്യത്തിന് ദൈവം നമുക്ക് ഉത്തരം നൽകുന്നത് ഇപ്രകാരമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം ആത്മരക്ഷയാണ് എന്നത് നാം ഒരിക്കലും മറക്കരുത് എന്ന് തിരുവെഴുത്തുകൾ നമ്മെ ഉപദേശിക്കുന്നു. സാത്താൻ ആരംഭത്തിങ്കൽ തന്നെ എന്താണ് ചെയ്തത്? അവൻ എപ്പോഴും നുണ പറഞ്ഞു. സാത്താൻ ആദാമിനെയും ഹവ്വയെയും വഞ്ചിച്ചപ്പോൾ അവൻ ദൈവഹിതത്തെക്കുറിച്ച് നുണ പറഞ്ഞു. സാത്താന്റെ വാക്കുകൾ സ്വീകരിച്ച നിമിഷം മുതൽ അവർ നാശത്തിന്റെ പാതയിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. അത് വിവേകശൂന്യവും മൂഢമായ തീരുമാനവുമായിരുന്നു. മാതൃസ്നേഹം എന്ന മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കി യഥാർത്ഥ അമ്മയെ വ്യാജ അമ്മയിൽ നിന്ന് വേർതിരിച്ചറിയുവാൻ ശലോമോൻ രാജാവിന് സാധിച്ചു.
നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷയുടെ ഉറവിടം ദൈവമാണ്. മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം എന്നത് ആത്മരക്ഷയാണ്. ഇത് ശരിയായി മനസ്സിലാക്കുന്നവർ സാത്താനാൽ പരീക്ഷിക്കപ്പെടുകയില്ല. അവനു അവരെ വഞ്ചിക്കുവാൻ കഴിയില്ല. അതിനു കാരണം അവർക്ക് വ്യക്തമായ ഒരു മാനദണ്ഡം ഉള്ളതിനാൽ അതനുസരിച്ച് ഒരു കാര്യം സത്യമാണോ വ്യാജമാണോ എന്ന് മനസ്സിലാക്കുവാൻ അവർക്കു കഴിയും. ഇത്തരത്തിലുള്ള മാനദണ്ഡം ഇല്ലാത്തവർ വീണ്ടും വീണ്ടും പരീക്ഷിക്കപ്പെടുന്നു. അതിനാൽ നമ്മുടെ വിശ്വാസം എവിടെ സ്ഥാപിക്കുവാനാണ് യേശു കൽപ്പിച്ചത്? നമ്മുടെ വിശ്വാസം പാറമേൽ പണിയുവാൻ അവിടുന്ന് നമ്മോട് കൽപ്പിച്ചു. പാറ ആരാണ്? പാറ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? നമ്മുടെ വിശ്വാസത്തിന്റെ മാനദണ്ഡം ക്രിസ്തു അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുകയും മറ്റൊരാൾ പറയുന്നതും ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. ഇത് നമ്മെ സത്യമെന്താണെന്ന വ്യക്തമായ ഒരു മാനദണ്ഡം സ്ഥാപിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നു. സാത്താന്റെ പ്രവർത്തനങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമുക്ക് 1 പത്രോസ് അധ്യായം 5 വാക്യം 6 നോക്കാം. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്കസമയത്തു നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ. അവൻ ആരെയാണ് തിരയുന്നത്? ആരെ വിഴുങ്ങേണ്ടു എന്നു തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് അവൻ ചുറ്റി നടക്കുന്നു. ഇത് ഈ യുഗത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഇപ്പോൾ ആത്മീയ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വാക്യം 9. കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് നാം എന്തിൽ ഉറച്ചു നിൽക്കണം? വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ. ഒരു വ്യക്തി ബൈബിളിലെ ഉപദേശങ്ങൾ പിന്തുടരുന്നുണ്ടോ എന്ന് കാണുന്നതിലൂടെ അവരുടെ വ്യക്തിത്വം നമുക്ക് എളുപ്പത്തിൽ വേർതിരിച്ചറിയുവാൻ കഴിയും. അവർ അധരങ്ങളാൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. എന്നിരുന്നാലും അവർ പെസഹ, ശബ്ബത്ത് എന്നിങ്ങനെയുള്ള ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നു. അവരുടെ വിശ്വാസം തെറ്റാണെന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് അക്കാലത്തെ മതനേതാക്കളായിരുന്ന പരീശന്മാരോടും ശാസ്ത്രിമാരോടും യേശു സംസാരിക്കുകയും അവിടുന്ന് അവർക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നിങ്ങൾ അധരങ്ങളാൽ എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് അവിടുന്ന് പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലുള്ളത് മറ്റൊരാൾക്ക് എങ്ങനെ അറിയുവാൻ കഴിയും? ചിന്തകൾ സ്വയമേ പ്രത്യക്ഷപ്പെടുമോ? എന്നിരുന്നാലും യേശുവിന് അത് അറിയാമായിരുന്നു. അവിടുന്ന് അത് എങ്ങനെ അറിയുവാൻ സാധിച്ചു? മത്തായി അധ്യായം 15 അനുസരിച്ച് അവർക്ക് ഏതുതരം ഉപദേശങ്ങളാണ് ലഭിച്ചത്? നിങ്ങൾ മാനുഷ്യ നിയമങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ കഴിയും എന്ന് യേശു പറഞ്ഞു. എന്നെ സ്നേഹിക്കുക എന്നത് എന്റെ കൽപ്പനകൾ പാലിക്കുക എന്നല്ലേ? ആളുകൾ ദൈവത്തിന്റെ കൽപ്പനകളെ അവഗണിക്കുകയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതുപോലുള്ള അർത്ഥശൂന്യമായ വാക്കുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അവരുടെ വാക്കുകൾ സത്യമാണോ വ്യാജമാണോ എന്ന് യേശു വിവേചിച്ചറിയുന്നു. ശലോമോൻ യഥാർത്ഥ അമ്മയെ വ്യാജത്തിൽ നിന്ന് വേർതിരിച്ച് കണ്ടെത്തിയതുപോലെയാണിത്. ഈ യുഗത്തിൽ നമുക്ക് ശരിയായ വിവേചിച്ചറിയുവാനുള്ള കഴിവ് ആവശ്യമാണ്. നമുക്ക് വാക്യം 8 വീണ്ടും നോക്കാം. ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നു തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞു നാം എന്തിൽ ഉറച്ചു നിൽക്കണം? വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പി. എന്നാൽ അല്പകാലത്തേക്കു കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചു ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുകേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം സാത്താൻ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ അവിടുന്ന് എല്ലാ പ്രലോഭനങ്ങളെയും എളുപ്പത്തിൽ അതിജീവിച്ചു. യേശു എന്താണ് പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്ക് ശരിയായ ജീവിതം നയിക്കണമെങ്കിൽ ദൈവവചന പ്രകാരം ജീവിക്കുക. ഉത്തരം അപ്രതീക്ഷിതമായതിനാൽ സാത്താൻ ആശ്ചര്യപ്പെട്ടു. വഞ്ചനയിലൂടെയും പ്രലോഭനത്തിലൂടെയും ഒരു ആത്മാവിനെ കൊല്ലുവാനായി സാത്താന് ബൈബിളിനെ ദുരുപയോഗം ചെയ്യുവാൻ കഴിയും. നീ ആലയത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാൽ നിന്റെ കാൽ കല്ലിൽ തട്ടുന്നതിനു മുമ്പ് ദൂതന്മാർ നിന്നെ ഉയർത്തും.
잡아줄 것 아니겠습니까? എന്ന് യേശുവിനോട് പറഞ്ഞുകൊണ്ട് അവൻ ബൈബിളിനെ വളച്ചൊടിച്ചു. അതിനാൽ യേശു എന്താണ് മറുപടിയാണ് നൽകിയത്? നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം വിശ്വാസത്തിന്റെ ലക്ഷ്യമാണ്, പരീക്ഷണത്തിന്റെ ലക്ഷ്യമല്ല. അതിനാൽ പ്രശ്നം എന്നത് നാം സാത്താന്റെ വചനം കേൾക്കുന്നുണ്ടോ എന്നതാണ്. നമ്മെ വഞ്ചിക്കുകയും സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നാം തള്ളപ്പെടുകയും ചെയ്തവൻ സാത്താൻ കാരണമല്ലേ? അവൻ പറയുന്നത് കേൾക്കുന്നത് നമ്മെ നിരന്തരമായ പ്രലോഭനത്തിലേക്ക് നയിക്കുന്നു. എന്റെ ആത്മാവ് അവ കേൾക്കേണ്ടതുണ്ടോ എന്ന് നാം സ്വയം ചോദിക്കണം. നമുക്ക് ആത്മരക്ഷയുടെ മാനദണ്ഡമില്ലാതെ ഒരിക്കലും ശരിയായ വിധി നിർണയിക്കുവാൻ കഴിയില്ല. നമ്മുടെ വിശ്വാസം കുറയുകയും ചെയ്യും. സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിക്കുവാൻ പോലും ശ്രമിച്ചില്ലേ? ചിലപ്പോൾ അവൻ ബൈബിൾ പോലും ഉപയോഗിക്കുന്നു. അവൻ വളരെ തന്ത്രശാലിയാണ്. ശലോമോൻ രാജാവിന്റെ വിചാരണയിൽ സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ഇത് 50% അവസരമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നു എങ്കിൽ കുട്ടിയെ അതിന്റെ യഥാർത്ഥ അമ്മയ്ക്ക് നൽകുവാനുള്ള അവസരം നഷ്ടപ്പെടുമായിരുന്നു. ശലോമോൻ തന്റെ വിവേചന കഴിവിൽ കൃത്യനായിരുന്നു. അതിനു കാരണം അദ്ദേഹത്തിന് ഒരു നിശ്ചിത മാനദണ്ഡം ഉണ്ടായിരുന്നു എന്നതാണ്. നമ്മുടെ വിശ്വാസത്തിൽ ഒരു മാനദണ്ഡമില്ലെങ്കിൽ ഒരു കാര്യം സത്യമാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ നാം എപ്പോഴും സംശയാലുക്കളായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? ആത്മാക്കളെ കൊള്ളയടിക്കുന്ന ക്രൂരനായ ചെന്നായാണ് സാത്താൻ. എന്നാൽ പുറമേ അവൻ കാണുവാൻ എങ്ങനെയിരിക്കും? അവൻ ആടുകളുടെ വസ്ത്രത്തിൽ വരുന്നതിനാൽ അവർക്ക് അവനെ തിരിച്ചറിയുവാൻ കഴിയുകയില്ല. കൂടാതെ സത്യം ആത്മീയമായതിനാൽ ജഡത്തിലുള്ളവർക്ക് അവനെ തിരിച്ചറിയുവാനോ വിവേചിച്ചറിയുവാനോ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ദൈവം നമുക്ക് ഈ ജ്ഞാനം നൽകുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തിമഫലം നിങ്ങളുടെ ആത്മരക്ഷയാണ്. എന്നിരുന്നാലും ഹവ്വയെ പ്രലോഭിപ്പിക്കുവാൻ വഞ്ചനാപരമായ വാക്കുകൾ ഉപയോഗിച്ചതുപോലെ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടതു മുതൽ സാത്താൻ മനുഷ്യരാശിയുടെ ചെവിയിൽ വഞ്ചനാപരമായ വാക്കുകൾ മന്ത്രിക്കുന്നു. ആത്മീയ ലോകത്ത് ദൈവത്തിന്റെ വചനങ്ങളും സാത്താന്റെ വചനങ്ങളും ഉണ്ട്. നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ സവിശേഷതകൾ നാം മനസ്സിലാക്കേണ്ടതിനാണ് ഇതിൽ നിന്നു തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞത്. എന്നിരുന്നാലും നിങ്ങൾ സാത്താന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതിലും മികച്ചതായി തോന്നാം. അതിനാൽ നമ്മുടെ ആത്മാക്കൾക്കു രക്ഷ നൽകുന്ന ദൈവത്തിന്റെ വചനത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഹോശേയ അധ്യായം 8 വാക്യം 11 തുടരാം. എഫ്രയീം പാപപരിഹാരത്തിനായി അനേകം യാഗപീഠങ്ങളെ ഉണ്ടാക്കിയതുകൊണ്ട് യാഗപീഠങ്ങൾ അവൻ പാപഹേതുവായി തീർന്നിരിക്കുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവനു 10,000 കൽപ്പനയായി എഴുതിക്കൊടുത്താലും അവർ അവനെ എങ്ങനെയായിരുന്നു കണക്കാക്കിയത്? അവ അപൂർവകാര്യമായി എണ്ണപ്പെടുന്നു. ദൈവം ആരംഭത്തിങ്കൽ തന്നെ അവസാനവും കാണുന്നതിനാൽ അവിടുന്ന് നമുക്ക് ശരിയായ പാത കാണിച്ചു തരില്ലേ? അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കുവാൻ ബൈബിൾ നമ്മെ പ്രാപ്തമാക്കുന്നത്. എല്ലാവരോടുമായി ദൈവവചനത്തെ അപൂർവകാര്യമായി കരുതുന്നവർക്ക് രക്ഷ നൽകുവാൻ കഴിയുമോ? അവർ രാജാക്കന്മാരായാലും പ്രഭുക്കന്മാരായാലും നാം അവരുടെ പദവിയിലേക്ക് നോക്കാതെ അവരുടെ പ്രവൃത്തികളിലൂടെ അവരുടെ ആത്മാക്കൾക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കണം. ഈ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം നാം വിവേചിച്ചറിയണം. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരും നല്ലൊരു വിധികർത്താക്കൾ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് നേടുവാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് ഒരിക്കലും നേടുവാൻ സാധിക്കയില്ല. പെസഹയുടെ സത്യത്തിലൂടെ ആരാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ലൂക്കോസ് അധ്യായം 22. നമുക്ക് ലൂക്കോസ് അധ്യായം 22 വാക്യം 7 നോക്കാം. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് ഈ തയ്യാറെടുപ്പ് എന്തിനു വേണ്ടിയാണ്? പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്നു പറഞ്ഞു. വാക്യം 13 അനുസരിച്ച് ശിഷ്യന്മാർ അവിടെ പോയി പെസഹ ഒരുക്കി. വാക്യം 19 പോകുന്നതിലൂടെ യേശു എങ്ങനെയാണ് പെസഹ ആചരിച്ചതെന്ന് നമുക്ക് നോക്കാം. ലൂക്കോസ് അധ്യായം 22 വാക്യം 19. പിന്നെ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം. അവിടുന്ന് നമ്മോട് എന്താണ് കൽപ്പിച്ചത്? ഇത് ചെയ്യുക. ഇത് ദൈവത്തിന്റെ വാക്കുകളാണ്.
അങ്ങനെയെങ്കിൽ അവിടുത്തെ വാക്കു കേൾക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്നു. അവിടുന്ന് എന്താണ് ചൊരിയുന്നത്? എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ഹോശേയ അധ്യായം 8 ഞാൻ എന്റെ ന്യായപ്രമാണം അവനു 10,000 കൽപ്പനയായി എഴുതിക്കൊടുത്താലും എന്നാൽ അവർ എന്താണ് ചെയ്തത്? അവർ ദൈവവചനത്തെ അപൂർവകാര്യമായി കണക്കാക്കി. ഇക്കാലത്ത് ജീവന്റെ സത്യമായ പെസഹയെ അപൂർവകാര്യമായി കണക്കാക്കുന്ന നിരവധി ആളുകൾ ഇല്ലേ? തുടർന്ന് ഹോശേയ അധ്യായം 8, ലൂക്കോസ് അധ്യായം 22 എന്നീ വാക്കുകളിലൂടെ ദയവായി ഒരു ന്യായവിധി നടത്തുക. ഏതു വശത്താണ് യഥാർത്ഥ രക്ഷ പ്രാപിക്കുവാൻ കഴിയുക? ഏതു വശത്താണ് സാധിക്കാത്തത്? ദൈവവചനങ്ങൾ കേൾക്കുന്നവർ ദൈവത്തിന്റെ പക്ഷത്താണ്. അവർക്ക് രക്ഷ ലഭിക്കും. എന്നിരുന്നാലും AD 325 നിക്യാ കൗൺസിലിൽ പുതിയ ഉടമ്പടിയായ പെസഹ ആചരിക്കുന്നതിൽ നിന്നും ദൈവജനത്തെ തടയുന്നതിനായി അവർ തന്ത്രപൂർവം പെസഹ ആചരിക്കുകയും അതിന്റെ സമയം മാറ്റുകയും ചെയ്തു. ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് നാം വിവേചിച്ചറിയേണ്ടതുണ്ട്. പെസഹ ആചരിക്കുന്ന സഭ ദൈവവചനം അനുസരിക്കുന്ന സഭയാണോ? അതോ കൽപ്പനകൾ പാലിക്കരുതെന്ന് പറയുന്ന സഭ ദൈവവചനം അനുസരിക്കുന്ന സഭയാണോ? എല്ലാവരോടുമായി ശരിയായ ഉത്തരം എന്താണെന്ന് വിവേചിച്ചറിയുവാൻ ബുദ്ധിമുട്ടാണ്, ശരിയല്ലേ? ഈ വാക്കുകൾ വളരെ ലളിതമാണ്. പെസഹയെ അവർ അപൂർവകാര്യമായി കണക്കാക്കുന്നതിനാൽ യേശു എന്താണ് പറഞ്ഞത്? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവരെ തള്ളിക്കളയുകയില്ലേ? നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസൃതമാണ് അവസാന ന്യായവിധി തീരുമാനിക്കപ്പെടുന്നത്. എന്തുതന്നെയായാലും നാം ദൈവത്തിന്റെ വചനം ശ്രവിക്കണം. എന്നിരുന്നാലും പെസഹ മോശയുടെ ന്യായപ്രമാണത്തിന്റെ ഭാഗമാണ്. പുതിയ നിയമകാലത്ത് നിങ്ങൾ പഴയ നിയമത്തിലെ ന്യായപ്രമാണം പാലിക്കുന്നത് എന്തിനാണ് എന്നതുപോലുള്ള വളരെ തന്ത്രപരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ അപവാദം പറയുന്നു. ദൈവഹിതം എന്താണെന്ന് നാം എല്ലാവർക്കും വ്യക്തമായി വിവേചിച്ചറിയേണ്ടതല്ലേ? നമുക്ക് ആമോസ് അധ്യായം 2 വാക്യം 4 നോക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹൂദായുടെ 3-4 അതിക്രമം നിമിത്തം അവർ എന്താണ് ചെയ്തത്? അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവർ മറ്റെന്താണ് ചെയ്തത്? അവർ അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെയിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റിനടക്കുമാറാക്കുകയും ചെയ്തിരിക്കയാൽ തന്നെ ദൈവം നമുക്ക് ബൈബിൾ നൽകുകയും മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും സ്ഥാപിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അവർ ദൈവത്തോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിലവിളിക്കുകയും അതേസമയം എനിക്ക് ദൈവവചനം അനുസരിക്കുവാൻ കഴിയില്ല എന്നും അവർ പറയുന്നു. യഥാർത്ഥത്തിൽ അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നല്ലേ ഇത് അർത്ഥമാക്കുന്നത്? ഇതാണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യം. ആമോസ് അധ്യായം 2 അനുസരിച്ച് അവർ ദൈവത്തിന്റെ നിയമം തള്ളിക്കളയുകയും അവിടുത്തെ ചട്ടങ്ങൾ അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലം എന്തായിരിക്കും? അവരുടെ പൂർവ്വപിതാക്കന്മാർ പിന്തുടർന്നിരുന്ന വ്യാജദൈവത്താൽ അവർ വഞ്ചിക്കപ്പെടുന്നു. വഞ്ചിക്കപ്പെടുന്നവർക്ക് അവർ വഞ്ചിക്കപ്പെടുന്നു എന്ന് വിവേചിച്ചറിയുവാനുള്ള കഴിവുണ്ടാകില്ല. വഞ്ചിക്കപ്പെടുക എന്നത് ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും കൃത്യമായി വിവേചിച്ചറിയുവാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതല്ലേ? നമുക്ക് മത്തായി അധ്യായം 13 വാക്യം 24 നോക്കാം. അവൻ മറ്റൊരു ഉപമ അവർക്കു പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്തു നല്ല വിത്തു വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു. ആരാണ് ശത്രു? അത് പിശാചാണ്. അവൻ വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയിക്കളഞ്ഞു. ഞാറു വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടേവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്നു വന്നു എന്ന് ചോദിച്ചു. യജമാനൻ എന്താണ് പറഞ്ഞത്? ഇതു ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. യജമാനൻ ഇത് ശത്രു ചെയ്തതാകുന്നു എന്നത് മനസ്സിലായിരുന്നു. സത്യത്തെ അസത്യത്തിൽ നിന്നും വേർതിരിച്ചറിയുന്ന ക്രിസ്തു ശത്രുവാണ് ഇത് ചെയ്തത്, അതായത് സാത്താൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടുന്ന് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്? ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നതിൽ നിന്ന് സാത്താൻ നമ്മെ തടയുന്നു. നാം ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നത് അവൻ വെറുക്കുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവത്തിന്റെ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റിയത്.
ഗലാത്യർ അധ്യായം 1 വാക്യം 6 അനുസരിച്ച് അവൻ വ്യത്യസ്തമായ ഒരു സുവിശേഷം സൃഷ്ടിച്ചു. ഈ രീതിയിൽ ദൈവം തുറന്നു തന്ന സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെ നടക്കുന്നതിൽ നിന്ന് അവൻ ആളുകളെ തടയുന്നു. അവൻ സ്വർഗത്തിലെ ആളുകളെ വഞ്ചിച്ചതുപോലെ അവൻ ഇപ്പോഴും ഈ ഭൂമിയിലെ ആളുകളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചാലും ശരിയെന്നും തെറ്റെന്നും തമ്മിലുള്ള വ്യത്യാസം വിവേചിച്ചറിയുവാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അധ്യായം 13 വാക്യം 36. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞേച്ചിട്ടു വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരേണം എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്തു വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. നല്ല വിത്ത് വിതച്ച കർഷകൻ എന്നത് യേശുവിനെ പ്രതിനിധീകരിക്കുന്നു. വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കളദുഷ്ടന്റെ പുത്രന്മാർ. അതു വിതച്ച ശത്രു പിശാച്. കൊയ്ത്തു ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിൽ ഇട്ടു ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. യജമാനനെ, വയലിൽ ധാരാളം കളകളുണ്ട്. ഞങ്ങൾ പോയി അത് പറിച്ചുകൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ ചോദിച്ചു. അവിടുന്ന് എന്ത് മറുപടിയാണ് നൽകിയത്? വാക്യം 29. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ. എപ്പോൾ വരെ? കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് എപ്പോഴാണോ? ലളിതമായി പറഞ്ഞാൽ ലോകാവസാനത്തോളം ഇരുവരും ഒന്നിച്ചു വളരട്ടെ എന്നാണ്. അവിടുന്ന് അതേക്കുറിച്ച് അറിയാമായിരുന്നു. എന്നിട്ടും അവയെ ഒരുമിച്ച് തുടരുവാൻ കൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ കളകളുടെ വ്യക്തിത്വം എന്താണ്? നമുക്ക് വാക്യം 39 മടങ്ങാം. അതു വിതച്ച ശത്രു പിശാച്. കൊയ്ത്തു ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിൽ ഇട്ടു ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. അവർ അവന്റെ രാജ്യത്തിൽ നിന്നു എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്തു തീച്ചൂളയിൽ ഇട്ടുകളയും. മുമ്പ് കള പറിച്ചു കൂട്ടി കെട്ടുകളായി തീയിൽ ഇട്ടുകളവിൻ എന്ന് യേശു പറഞ്ഞു. എന്നാൽ വാക്യം 41 അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഒരുമിച്ചു കൂട്ടി എരിയുന്ന തീച്ചൂളയിലേക്ക് ഇട്ടുകളവിൻ എന്ന് അവിടുന്ന് പറഞ്ഞു. ആത്യന്തികമായി കളകൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? അവർ അധർമ്മത്തെ, അതായത് ദൈവത്തിന്റെ നിയമത്തോടുള്ള അനുസരണക്കേടിനെ പ്രതിനിധീകരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അത്തരമൊരു പ്രവൃത്തിക്ക് ഒരിക്കലും നമ്മെ രക്ഷയിലേക്ക് നയിക്കുവാനാവില്ലെന്ന് അവിടുന്ന് നമ്മെ ഉപദേശിച്ചു. അങ്ങനെയെങ്കിൽ ബൈബിളിലെ വചനത്തോട് നാം എന്താണ് ചെയ്യേണ്ടത്? നാം ദൈവവചനങ്ങളെ അനുസരിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. 7-ാം ദിനത്തെ വിശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്ന് ദൈവം പറയുമ്പോൾ നാം തീർച്ചയായും ദൈവവചനം അനുസരിക്കണം. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നമ്മൾ ആരാധന നടത്തിയാൽ എന്ത് വ്യത്യാസമാണുള്ളത്? ദൈവത്തെ സേവിക്കുക എന്നതാണ് പ്രധാനം എന്നിങ്ങനെ വഞ്ചകൻ പറയുന്നു. എന്നിരുന്നാലും ദൈവത്തെ സേവിക്കുവാനുള്ള വഴി ഇതല്ലെന്ന് ദൈവം നമ്മെ പഠിപ്പിച്ചു. ഈ വാക്കുകളാൽ വഞ്ചിക്കപ്പെട്ടവർക്ക് ദൈവഹിതത്തെക്കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടായിരിക്കും. ശബ്ബത്ത് ആചരിക്കുന്ന നിങ്ങൾ എന്റെ ജനമായിരിക്കും. ഇവ ആരുടെ വാക്കുകളാണ്? ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നമ്മൾ ആരാധന നടത്തിയാൽ എന്ത് വ്യത്യാസമാണുള്ളത്? നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ആരാധിക്കാം എന്ന് ലോകത്തിലെ ആളുകൾ പറയുന്നു. ദൈവം അങ്ങനെ പറഞ്ഞോ എന്ന് നാം സ്വയം ചോദിക്കുമ്പോൾ അവരുടെ ആശയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യമായ ആത്മരക്ഷയിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലെങ്കിൽ സാത്താന്റെ ആത്മീയ തന്ത്രങ്ങൾ നമുക്ക് ഒരിക്കലും വിവേചിച്ചറിയുവാൻ കഴിയില്ല. ശത്രുവാണ് ഇത് ചെയ്തത് എന്ന് യേശു മനസ്സിലാക്കുകയും പറയുകയും ചെയ്തു. ശലോമോൻ യഥാർത്ഥ അമ്മയെ വ്യാജമായ അമ്മയിൽ നിന്നും വേർതിരിച്ചതുപോലെയാണിത്. എല്ലാവരോടുമായി നമുക്ക് തീർച്ചയായും വിവേകത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. ദൈവം നമ്മോട് എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നാം ദൈവത്തിന്റെ സ്വരം ശ്രവിക്കണം. നമുക്ക് ഉൽപ്പത്തി അധ്യായം 3 കടക്കാം. ഉൽപ്പത്തി അധ്യായം 3 വാക്യം 1. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അതു സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്നു ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നു ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്കു തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം നിങ്ങൾ മരിക്കുകയില്ല എന്ന് ആരാണ് പറഞ്ഞത്? ഇവ ദൈവവചനങ്ങളല്ല, സർപ്പമായി വിവരിച്ചിരിക്കുന്ന സാത്താൻ സംസാരിച്ച വാക്കുകളാണ്. എന്താണ് ദൈവം പറഞ്ഞത്? അതിൽ നിന്നു തിന്നുന്ന നാളിൽ നീ മരിക്കും.
ഒരു വശത്ത് തിന്നാൽ നീ മരിക്കയില്ല എന്നും മറുവശത്ത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നും പറയുമ്പോൾ നാം ആരെയാണ് ശ്രദ്ധിക്കേണ്ടത്? നിർഭാഗ്യവശാൽ ഏദൻ തോട്ടത്തിൽ വച്ച് ഹവ്വ സാത്താന്റെ വാക്കുകളാൽ പ്രലോഭിക്കപ്പെട്ടു. ദൈവവചനങ്ങൾ എല്ലായ്പ്പോഴും നമ്മെ നയിക്കണം. സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയിലേക്കും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയിലേക്കും ദൈവം നമ്മെ ഉണർത്തുന്നില്ലേ? നമുക്ക് യോഹന്നാൻ അധ്യായം 8 വാക്യം 35 നോക്കാം. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്കു സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. നിങ്ങൾ അബ്രാഹാമിന്റെ സന്തതി എന്നു ഞാൻ അറിയുന്നു. എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായ്കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു. അവിടുന്ന് എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതായത് നിങ്ങളുടെ പിതാവായ സാത്താനിൽ നിന്ന്. ഞാൻ എന്റെ പിതാവിൽ നിന്ന് കേട്ടതും കണ്ടതും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞു. അപ്പോൾ നാം ചെയ്യുന്നതനുസരിച്ച് നാം ആരുടെ അവകാശികളാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഞങ്ങൾ ശബ്ബത്തും പെസഹയും ആചരിക്കുന്നു എന്ന് നാം പറഞ്ഞാൽ നമ്മുടെ പിതാവ് ആരായിരിക്കും? ഞങ്ങൾ ഞായറാഴ്ച ആരാധനയും ക്രിസ്തുമസും ആചരിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നു. എന്നിരുന്നാലും ദൈവം നമുക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകിയിട്ടില്ല. മാത്രമല്ല ഇവ ദൈവത്തിന്റെ ഉത്സവങ്ങളുമല്ല. അവിടുന്ന് ശബ്ബത്തിന്റെ കർത്താവാണെന്ന് യേശു പറഞ്ഞു. കൂടാതെ ലൂക്കോസ് അധ്യായം 4 അവിടുന്ന് ശബ്ബത്ത് ആചരിക്കുന്നതിന്റെ മാതൃകയും നമുക്ക് കാണിച്ചു തന്നു. അപ്പോസ്തലന്മാരും ശബ്ബത്ത് ദിനം ആചരിച്ചു എന്നതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? കൂടാതെ മത്തായി അധ്യായം 24 നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് യേശു പറഞ്ഞു. എന്തുകൊണ്ടാണ് അവിടുന്ന് അങ്ങനെ പറഞ്ഞത്? ശീതകാലത്തെ തണുപ്പ് വളരെ കഠിനമായിരിക്കും. മാത്രമല്ല നാം തീർച്ചയായും ശബ്ബത്തിൽ ആരാധിക്കണം. എന്നിരുന്നാലും നമ്മൾ ഓടിപ്പോകുകയാണെങ്കിൽ നമുക്ക് ശബ്ബത്ത് ശരിയായി ആചരിക്കുവാൻ സാധിക്കുമോ? അന്ത്യനാളുകളിൽ പോലും ശബ്ബത്ത് ആചരിക്കേണ്ടതിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് മത്തായി അധ്യായം 24 വാക്യം 20 യേശു ഊന്നി പറഞ്ഞു. ദൈവം ഈ പ്രമാണങ്ങൾ നമുക്കു വേണ്ടി എഴുതിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ സഭകൾ ദൈവത്തിൽ വിശ്വസിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ സ്വരം കേൾക്കാത്തത് നിർഭാഗ്യകരമല്ലേ? ശബ്ബത്ത് ദിവസം എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമാണ്. നിങ്ങൾ എന്റെ ജനവും എന്റെ മക്കളുമാണ്. പുതിയ ഉടമ്പടിയായ പെസഹയുടെ സത്യം ഈ വാഗ്ദാനങ്ങളോടൊപ്പം സ്ഥാപിതമായതല്ലേ? നാം ദൈവത്തിന്റെ സ്വരം ശ്രവിക്കണം എന്ന് ഊന്നിപ്പറയുക എന്നതാണ് ഇന്നത്തെ പ്രബോധനത്തിന്റെ ഉദ്ദേശ്യം. എന്നിരുന്നാലും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരും ദൈവത്തിന്റെ സ്വരം അപൂർവകാര്യമായി കണക്കാക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. ദൈവവചനത്തേക്കാൾ സ്വന്തം സാമാന്യ ബുദ്ധിയും ന്യായവിധിയും അവർ ഉയർന്നതാക്കിയതിനാൽ അവർ സാത്താന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. അതിനാൽ തിന്നുവാൻ പാടില്ലാത്ത നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അവരുടെ കണ്ണുകൾക്ക് പ്രീതികരവും ജ്ഞാനം നേടുന്നതിന് ആകർഷകരവുമായി തീർന്നു. ആത്യന്തികമായി ഈ ഫലങ്ങൾ സാത്താൻ ഉദ്ദേശിച്ചതുപോലെ ആയിത്തീരുന്നില്ലേ? അതുകൊണ്ടാണ് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് യേശു പറഞ്ഞത്. അവിടുത്തെ ഉപദേശങ്ങളെ പിന്തുടരുക എന്നതല്ലേ നമ്മുടെ രക്ഷ നേടുവാനുള്ള കുറുക്കുവഴി. നമുക്ക് 1 യോഹന്നാൻ അധ്യായം 2 വാക്യം 18 നോക്കാം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക ആകുന്നു. എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്ക് അറിയാം. അവർ എന്താണ് ചെയ്തത്? നമ്മുടെ ഇടയിൽ നിന്നു പുറപ്പെട്ടു എങ്കിലും. തുടക്കത്തിൽ ഓരോ വ്യക്തികൾ രക്ഷിക്കപ്പെടുവാനായി സഭയിൽ ചേർന്നു. എന്നാൽ ഒടുവിൽ അവർക്ക് വ്യത്യസ്ത ഉദ്ദേശ്യങ്ങളുണ്ടായിരിക്കുകയും അവർ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു. അവർ നമ്മുടെ ഇടയിൽ നിന്നു പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നു എങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്നു പ്രസിദ്ധമാകേണ്ടതല്ലോ.
മുൻകാല സഭയുടെ കാലത്തുപോലും സത്യം സ്വീകരിച്ചവരും ആത്യന്തികമായി സഭ വിട്ടുപോയവരുമായ ആളുകളും ഉണ്ടായിരുന്നുവെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. ഞാൻ ദൈവത്തിന്റെ സ്വരം കേൾക്കുകയില്ല എന്ന് പറയുന്നവരാണ് അവർ. എന്നിരുന്നാലും അവിടുത്തെ ആടുകളെക്കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? അവർ അവന്റെ ശബ്ദം കേൾക്കുന്നു. നമുക്ക് യോഹന്നാൻ അധ്യായം 10 വാക്യം 25 നോക്കാം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്കു സാക്ഷ്യം ആകുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായ്കയാൽ എന്തു ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്കു നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്നു പിടിച്ചുപറിക്കുകയും ഇല്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിന്റെ കയ്യിൽ നിന്നു പിടിച്ചുപറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവം എന്റെ ആടുകൾ എന്ന് വിളിക്കുന്നവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവർ തീർച്ചയായും ദൈവത്തിന്റെ സ്വരം കേൾക്കും എന്ന് യേശു പറഞ്ഞു. എനിക്ക് അവരെ അറിയാം, അവർ എന്നെ അനുഗമിക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. ദൈവം ഇതിനകം തന്നെ ഇത് അറിഞ്ഞിരുന്നു. ഈ യുഗത്തിൽ ക്രിസ്തു അൻസംഘവും സ്വർഗീയ മാതാവായ പുതിയ യെരുശലേമും പുതിയ ഉടമ്പടിയുടെ നിയമങ്ങൾ നമുക്ക് നൽകുകയും ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ നമ്മെ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. രക്ഷയുടെ വഴിയും സ്വർഗത്തിലേക്കുള്ള വഴിയും നീതിയുടെ വഴിയും കൃപയുടെ വഴിയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള വഴിയുമാണിതെന്ന് ബൈബിളും പ്രവാചകന്മാരും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതിനാൽ നാം പിതാവിന്റെയും മാതാവിന്റെയും ഉപദേശങ്ങൾ പിന്തുടരണം. ഈ യുഗത്തിൽ നമുക്കു ശരിയായി വിവേചിച്ചറിയുവാനുള്ള കഴിവ് ആവശ്യമാണ്. സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരയുന്ന അലറുന്ന സിംഹത്തെ പോലെ ചുറ്റിനടക്കുന്നു. സാഹചര്യം എന്തുതന്നെയായാലും ശലോമോനെ പോലെ വിശ്വാസത്തിന്റെ ജ്ഞാനം നാം അന്വേഷിക്കണം. എന്തുതന്നെയായാലും അവസാനം വരെയും നാം പിതാവും മാതാവും നമ്മെ നയിക്കുന്ന പാത പിന്തുടരണം. എല്ലാവരോടുമായി നാം നടക്കുന്ന ഈ പാത ശരിയായ പാതയാണ്. ചിലപ്പോൾ ശരിയായ പാതയിൽ പീഡനവും വിവിധ തടസ്സങ്ങളും പ്രലോഭനങ്ങളും നമ്മെ വഞ്ചിക്കുവാനുള്ള ശ്രമങ്ങൾ പോലുള്ളവ ഉൾപ്പെടുന്നു. സാത്താനിൽ നിന്ന് നിരവധി പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിലും അവസാനം വരെ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ദൈവത്തിന്റെ സ്വരം മാത്രം കേൾക്കുകയും ചെയ്യുക. നാം ദൈവത്തിന്റെ സ്വരത്തെ പിന്തുടരുന്നിടത്തോളം കാലം നാം തീർച്ചയായും നിത്യസ്വർഗത്തിൽ പ്രവേശിക്കും. നാം ദൈവത്തിന്റെ ഉപദേശങ്ങളോട് കൂടുതൽ വിശ്വസ്തരായിരിക്കുമെന്നും സ്വർഗരാജ്യത്തെക്കുറിച്ച് ഇനിയും അറിയാത്തവരെ ശരിയായി അറിയിക്കുമെന്നും അവർക്ക് പ്രത്യാശ നൽകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെയധികം നന്ദി.